ലോകകപ്പ് ഫുട്ബോൾ ആരംഭിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. വിവിധ കായിക രംഗങ്ങളിൽ നമ്മുടെ രാജ്യം ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചുവെങ്കിലും ഫുട്ബോളിലും അത്ലറ്റിക്സിലുമൊക്കെ നമ്മളേറെ പുറകിലാണ് ഇപ്പോൾ. ഒരു ലോകകപ്പ് ഫുട്ബോൾ കളിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു സ്വപ്നമായി തുടരുകയാണ്. എന്നാൽ 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് 1950-ൽ ഫുട്ബോളിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന ബ്രസീലിൽ അരങ്ങേറിയ 4ാമത് ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു സുവർണാവസരം ഇന്ത്യക്കുണ്ടായിരുന്നു. പരിശീലനവും ക്യാമ്പും ഒക്കെയായി നമ്മൾ അതിനായി സജീവമായി നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യൻ കായിക പ്രേമികളെ നിരാശരാക്കിക്കൊണ്ട് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ആ ഒരു തീരുമാനമുണ്ടായി. ഇന്ത്യ ലോകകപ്പിൽ കളിക്കുന്നില്ല. അവസാന നിമിഷമാണ് അന്ന് നമുക്ക് ആ അവസരം നഷ്ടമായത്. എന്തുകൊണ്ടാണ് ഇന്ത്യ അന്ന് പങ്കെടുക്കാതിരുന്നത് എന്നതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ബൂട്ടിട്ട് കളിക്കണമെന്ന ഫിഫയുടെ നിയമം മാത്രമായിരുന്നില്ല അന്ന് ഇന്ത്യക്ക് വിലങ്ങുതടിയായി മാറിയത്. അതിന് കാരണങ്ങൾ വേറെയും ഉണ്ടെന്നാണ് പറയുന്നത്. 2ാം ലോക മഹായുദ്ധം കാരണം 1942-ലെയും 1946-ലെയും ലോകകപ്പ് ടൂർണമെന്റുകൾ റദ്ദാക്കിയതിനു ശേഷം 1950-ലാണ് പിന്നീട് ഒരു ലോകകപ്പ് വരുന്നത്. നോക്കൌട്ട് മത്സരങ്ങളില്ലാത്ത ലോകകപ്പ് കൂടിയായിരുന്നു അത്. മത്സരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അതുവഴി ടിക്കറ്റ് വിൽപ്പന കൂട്ടി വരുമാനം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ഒരു ഫോർമാറ്റിൽ നടത്തിയ ലോകകപ്പായിരുന്നു ആ തവണ. 22 മത്സരങ്ങളാണ് ആ ബ്രസീൽ ലോകകപ്പിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. ഈ ലോകകപ്പിലേക്കാണ് ഇന്ത്യക്ക് ക്ഷണം കിട്ടുന്നത്. ഇന്ത്യക്ക് അന്ന് നേരിട്ട് എൻട്രി ലഭിക്കുകയായിരുന്നുവെന്ന് ഫിഫ ആർക്കൈവ്സിലെ ചരിത്രരേഖകൾ പറയുന്നു. 1948-ൽ ഇന്ത്യൻ ടീം ഒളിമ്പിക്സിലെ ഫുട്ബോളിൽ പങ്കെടുത്തതും കരുത്തരായ ഫ്രാൻസിനെതിരെ മികച്ച മത്സരം കാഴ്ചവെച്ചതുമാണ് ഇന്ത്യയുടെ ലോകകപ്പ് പ്രവേശനത്തിന് വഴിയൊരുക്കിയത്. കളിച്ച ഒരേയൊരു മത്സരത്തിൽ ഫ്രാൻസിനോട് തോറ്റെങ്കിലും ഇന്ത്യക്ക് അഭിമാനിക്കാൻ വകയുണ്ടായിരുന്നു. 1948-ൽ ഇന്ത്യ ഫിഫയിൽ അംഗമായതോടെ ലോകകപ്പിൽ കളിക്കാനുള്ള സാധ്യതകളും വർദ്ധിച്ചു. ലോകകപ്പിൽ കളിക്കാൻ അവസരം ലഭിച്ച ഏഷ്യൻ രാജ്യങ്ങളായ ഇസ്രയേൽ, ബർമ്മ, ഫിലിപ്പീൻസ് എന്നിവർ പിന്മാറിയതും ഇന്ത്യക്ക് തുണയായി മാറി. ടീം തെരഞ്ഞെടുപ്പ് കൈറോയിൽ വെച്ച് നടത്തണമെന്ന ലോകകപ്പ് സംഘാടകരുടെ നിബന്ധന ഇന്ത്യക്ക് അല്പം പ്രയാസമുള്ളതായിരുന്നു. ഒടുവിൽ അത് കൊൽക്കത്തയിൽ നടത്താമെന്ന അഭ്യർത്ഥന ലോകകപ്പ് സംഘാടകർ അംഗീകരിക്കുകയും ചെയ്തു. അന്നത്തെ 40,000 രൂപയാണ് അങ്ങനെ ഇന്ത്യക്ക് ലാഭിക്കാൻ കഴിഞ്ഞത്. യാത്രയ്ക്കും മറ്റുമുള്ള പണത്തിന്റെ ഒരു ഭാഗം ബോംബെയും മൈസൂറുമൊക്കെ നൽകാമെന്നേറ്റു. അതോടെ ഇന്ത്യൻ ടീമിനെ ലോകകപ്പിന് ഒരുക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു. അങ്ങനെ കോച്ചിംഗ് ക്യാമ്പുകളും അഫ്ഗാനിസ്ഥാൻ, സിലോൺ, ബർമ്മ, തായ്ലൻഡ്, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളിൽ പര്യടനവും ഒരുക്കി. ലണ്ടൻ ഒളിമ്പിക്സിന്റെ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത മിക്ക താരങ്ങളെയും ആ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രാഥമിക ക്യാമ്പും വിദേശ പര്യടനവും ഒടുവിൽ കൊൽക്കത്തയിൽ ഓരോ ക്യാമ്പുകൾ കൂടി നടത്തി ടീമിനെ സജ്ജമാക്കി നിലനിർത്തി. ഇതിനിടയിൽ ഇന്ത്യൻ താരങ്ങളെ ബ്രസീലിൽ എത്തിക്കാനുള്ള നടപടികളുമായി ലോകകപ്പ് സംഘാടകരും ഒരുങ്ങി. ഇന്ത്യൻ താരങ്ങൾക്ക് കൊൽക്കത്ത മുതൽ റിയോ ഡി ജനീറോ വരെയുള്ള വിമാന ടിക്കറ്റ് എടുക്കാൻ ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷനോട് ആ സംഘാടകർ ആവശ്യപ്പെട്ടു. ഇന്ത്യക്കാരുടെ താമസവും മറ്റും സംഘാടക സമിതിയുടെ ചുമതലയിൽ നടത്താനും നിർദ്ദേശം വന്നു. അതിനായി ഏത് തരത്തിലുള്ള ഹോട്ടലാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് ഫിഫ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനോട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ രാജ്യം ഒന്നാകെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ ആ വാർത്ത വന്നു: ഇന്ത്യ ലോകകപ്പിൽ പങ്കെടുക്കുന്നില്ല. അതോടെ ബൂട്ടിട്ട് കളിക്കണമെന്ന ഫിഫയുടെ നിയമമാണ് പ്രശ്നമായതെന്ന വാർത്ത പരക്കുകയാണ്. ഇക്കാര്യം അന്ന് ക്യാമ്പിലുണ്ടായിരുന്ന ടി ഷൺമുഖം ഒരു ഓർമ്മക്കുറിപ്പിൽ പറയുന്നുമുണ്ട്. ഇന്ത്യൻ താരങ്ങളിൽ ബൂട്ടിട്ടും നഗ്നപാതരായും കളിക്കുന്നവരുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അന്നത്തെ ഇന്ത്യൻ കളിക്കാരെല്ലാവരും ബൂട്ടിട്ട് കളിക്കാൻ പരിചയമുള്ളവരായിരുന്നില്ല. നിയമത്തിൽ അയവ് വരുത്തണമെന്നും 48-ലെ ഒളിമ്പിക്സിൽ ഇന്ത്യക്കാർ നഗ്നപാതരായി കളിച്ചുവെന്നും ഇന്ത്യ ഫിഫയെ അറിയിച്ചെങ്കിലും അവരത് അംഗീകരിച്ചില്ല. നിയമത്തിൽ മാറ്റം വരുത്താൻ അസാധ്യമാണെന്നും ഭാരം കുറഞ്ഞ ഷൂസ് ധരിക്കുക എന്നത് മാത്രമേ ഒരു പോംവഴി ഉള്ളുവെന്നും അവർ മറുപടിയും നൽകി. ഒടുവിൽ ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു കമ്പി സന്ദേശം മെയ് 24-ന് സൂറിച്ചിലെ ഫിഫയുടെ ആസ്ഥാനത്തെത്തി. ലോകകപ്പിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, കത്ത് പിന്നാലെയുണ്ട്. ഈ വിവരം ബ്രസീലിനെ അറിയിക്കുക. ഇതായിരുന്നു ആ സന്ദേശത്തിലുണ്ടായിരുന്നത്. ബൂട്ടിട്ട് കളിക്കണം എന്ന നിബന്ധന മൂലമാണ് ഇന്ത്യ പങ്കെടുക്കാതിരിക്കുന്നതാണ് ഫിഫയുടെ ഔദ്യോഗിക രേഖകളിൽ പറയുന്നത്. എന്നാൽ മറ്റ് കാരണങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ടീമിന്റെ പരിശീലന കുറവും ഭീമമായ യാത്രാ ചെലവും ഒക്കെയാവാം ഇതിന് കാരണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതൊന്നുമല്ല, ലോകകപ്പിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാതെ പോയതാണ് ഈ പിന്മാറ്റത്തിന് കാരണമെന്നും ചിലർ പറയുന്നു. അതുമല്ല, ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് മാസങ്ങൾക്ക് ശേഷം നടക്കുന്നതിനാൽ അതും കൂടി പരിഗണിച്ച് ഇന്ത്യ പിന്മാറിയതാണെന്നും പറയുന്നു. ചെലവിന്റെ ഭൂരിഭാഗവും സംഘാടകർ തന്നെ വഹിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതിനാൽ പ്രശ്നം സാമ്പത്തികം അല്ല എന്നാണ് പൊതുവെയുള്ള അനുമാനം. ഇന്ത്യയിൽ ബൂട്ടിട്ട് കളിക്കണമെന്ന് നിർബന്ധമാക്കിയത് 1954-ലാണ്. ബൂട്ടിട്ട് കളിച്ച ഇന്ത്യൻ ടീമിന് പിന്നീട് ഒരിക്കലും ലോകകപ്പിന്റെ വേദിയിലെത്താനുള്ള അവസരം കിട്ടിയിട്ടുമില്ല.